കേരള നിയമസഭയ്ക്ക് അതിൻ്റേതായ കീഴ്വഴക്കങ്ങളുണ്ട്. ആ കീഴ്വഴക്കങ്ങളനുസരിച്ച് സ്വാഭാവികമായും എല്ലാ അംഗങ്ങളും സംസാരിക്കുമ്പോൾ അതിന് അനുവദിച്ച സമയത്തേക്കാൾ 2-3 മിനിറ്റൊക്കെ കൂടുതൽ എടുക്കുക എന്നുള്ളത് വളരെ എല്ലാ സഭകളിലും മുൻകാല സഭകളിലൊക്കെ ഉള്ളൊരു കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ അത് പൂർണ്ണമായി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ചെയർമാനാണ്, സ്പീക്കർക്കാണ്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് അനുവദിച്ച സമയത്തിന് 2 മിനിറ്റ് മുമ്പ് തന്നെ നിയന്ത്രണം വരും. ഏതാണ്ട് സമയമായി കഴിഞ്ഞാൽ ഒരു നേർരേഖ വരച്ചതുപോലെ അതിനപ്പുറം 1 മിനിറ്റ് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മുൻകാലത്തിന് വ്യത്യസ്തമായി ഇത്തവണ പ്രത്യേകിച്ച് 3 മണിക്കൂർ നേരമാണ് ഡിമാൻഡ് ഡിസ്കഷൻ. ഇത്തവണ അത് ചില കാരണങ്ങൾ കൊണ്ട് വകുപ്പുകൾ കൂടുതൽ വെച്ച് 4 മണിക്കൂറാക്കി നിജപ്പെടുത്തി. 1 മണിക്കൂർ കൂടുതലെടുത്തു. നമ്മൾ ദിവസങ്ങൾ കുറയ്ക്കുകയും ചെയ്തു. പല ഡിമാൻഡുകളും ഇന്ന് ഒരു ദിവസം വരികയാണ്. 4-5 മന്ത്രിമാർ ഡിമാൻഡാണ് ഒരു ദിവസം വരുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അംഗങ്ങൾക്ക് ചിലപ്പോൾ അല്പം കൂടുതൽ സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. പക്ഷേ പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിക്കുമ്പോൾ സ്പീക്കർ വളരെ ശക്തമായി തന്നെ ഗവൺമെൻറ്റിന് വേണ്ടി അംഗങ്ങളുടെ സമയം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ മൈക്ക് ഓഫ് ചെയ്യുന്ന സാഹചര്യം. ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നിയമസഭാ പ്രസംഗങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതിൽ പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ 25 മിനിറ്റ് വരെ സംസാരിച്ച എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 25 മിനിറ്റ് വരെ അദ്ദേഹം റൂൾ 50 അനുസരിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ പ്രതിപക്ഷ ഉപനേതാവായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സമാനമായി തന്നെ അദ്ദേഹം സംസാരിക്കുമ്പോൾ 25 മിനിറ്റിലധികം സമയമെടുത്ത് സംസാരിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ നിയമസഭയുടെ കീഴ്വഴക്കം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാക്കൾ സംസാരിക്കുമ്പോൾ അവർക്ക് പരമാവധി സമയം അനുവദിച്ച് നൽകുന്ന സാഹചര്യമാണ്. പക്ഷെ നിങ്ങൾക്കൊക്കെ കാണാൻ കഴിയും, ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രതിപക്ഷ നേതാവ് സംസാരിച്ച് 9 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചെയർ ഇടപെടുകയാണ്. നിയമസഭാ സ്പീക്കർ 9 മിനിറ്റ് ആകുമ്പോഴേക്കും അദ്ദേഹത്തെ നിയന്ത്രിക്കുകയാണ്. ഒരു കാലഘട്ടത്തിലും കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ പ്രതിപക്ഷ നേതാവിനെ നിയന്ത്രിക്കുന്ന ഒരു സന്ദർഭം മുമ്പ് ഒരു സഭയിലും ഉണ്ടായിട്ടില്ല.